ബൈജു വിശ്വാസിയാണോ? എന്തിന്റെ? ഈശ്വര വിശ്വാസിയാണോ? അല്ല അല്ല അല്ല, പേരൊക്കെ ന്യൂമറോളജി നോക്കിയിട്ടാന്ന് പറഞ്ഞു. ഏതാ? സന്തോഷം. സന്തോഷ് കുമാർ എന്നാണ് എന്റെ ഗുഡ് നെയിം. ആ ബൈജു എന്നുള്ള വീട്ടിൽ വിളിക്കുന്ന പേര്. അത് ചേർത്തു. ബൈജു സന്തോഷ് ചേർത്തു. ആ കുമാർ വിട്ട് കളഞ്ഞു. കുമാർ വേണ്ട, കുമാരാണ് ഇപ്പോഴും. ഭയങ്കര നീളമല്ലേ അത്? അതുകൊണ്ട് ബൈജു സന്തോഷ് കുമാർ ഒഴിവാക്കി. ബൈജു സന്തോഷ്. പക്ഷെ ബൈജു സന്തോഷ് കുമാർ ആയാലും കുഴപ്പം, ഒരു പേരിനൊരു ഒരു ഗുമ്മുണ്ട്. എനിക്കൊന്ന് ഈ ബാലചന്ദ്രൻ മേനോന്റെ സിനിമയില് എനിക്കൊന്ന് മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള, അതിലാണല്ലോ ബൈജു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത്. അല്ല, അതിനകത്ത് വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതിനകത്തൊക്കെ ചെറിയ റോളായിരുന്നു. പിന്നെ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പറയുന്ന സിനിമ കേൾക്കാത്ത ശബ്ദമായിരുന്നു. അതിലായിരുന്നു ബാലേന്ദ്രൻ മേനോൻ തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ബൈജു എന്ന പേരിൽ ഇപ്പോൾ എല്ലാവരും ചിലരൊക്കെ അന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ട്രിവാൻഡ്രത്തെ ബൈജു എന്നായിരുന്നു ഇങ്ങനെ പല ആൾക്കാരും പറയുന്നത്. ആ സ്ലാങ് പിടിക്കും. അപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ ഇന്നസെന്റ് ആയിട്ട് അലക്കുന്നു, അവിടെ ട്രിവാൻഡ്രത്ത് മണി അലക്കി, നമ്മൾ ആൽത്തറക്കട അലക്കുന്നു. അപ്പോൾ ഇത് ആ കാലത്ത് പള്ളിക്കൂട കാലത്തേക്കാണ് നമ്മൾ മടങ്ങി പോകുന്നത്. പള്ളിക്കൂട കാലത്ത് പൊതുവെ ഈ നാടകം, അഭിനയം ഇതിലൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥി പഠിക്കുമായിരുന്നു. പഠിക്കാനൊക്കെ മോശമായിരുന്നു. 5ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഞാൻ പഠിച്ചത് വിദ്യാലയ സ്കൂളിലാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് നാടകത്തിലൊന്നും അങ്ങനെ അഭിനയിച്ചിട്ടില്ല. ആകെ 2 നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ. അല്ല, ഇത് ആരാ ആദ്യമായിട്ട് ഒരാൾ വേണമല്ലോ നമുക്ക് വഴി പിടിച്ച് നടത്താൻ? അത് വേറെ ഒന്നുമല്ല, അത് ഈ മണിയമ്പിള്ള നമ്മുടെ സിനിമയില് 7-8 പയ്യന്മാരുണ്ട് അതിനകത്ത്, പിള്ളേര് സെറ്റ്. അപ്പൊ ആ പിള്ളേര് സെറ്റിലെ ഒരാളായിരുന്നു ഞാനും. അത് കബീർക്കാന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്ന് സ്കൂളിൽ വന്ന് കുറെ പേരെ കൊണ്ടുപോയി എന്നെ കൂട്ടത്തിൽ പോയതാ. അങ്ങനെ പിന്നെ അങ്ങ് പിടിച്ചു കയറി എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ സംഭവിച്ചു പോയി. അല്ല, ബൈജുവിന്റെ കയ്യിൽ ചില വികൃതികളും തോന്നിയാസോ കൊണ്ടെന്ന് മനസ്സിലായി. കാര്യം അറിയോ? ചില ചില്ലറ പരിപാടികൾ കുട്ടിക്കാലത്താ, ഇപ്പോഴല്ല. ഇപ്പോഴാണെങ്കിൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. അതായത് ഡബ് ചെയ്യാൻ പോയപ്പോ ഒരു 50 രൂപ കിട്ടി ഒരു സിനിമ അല്ലേ? ഉടനെ ബലൂൺ, മുകേഷിന്റെ സിനിമയായിരുന്നു ഫസ്റ്റ് സിനിമ ബലൂൺ. പക്ഷേ ആ ബലൂൺ പൊട്ടിക്കുന്ന രീതിയിൽ നമ്മൾ തരംഗിണി സ്റ്റുഡിയോയുടെ ഗേറ്റിന്റെ മേളിൽ കൂടെ ചാടാൻ ശ്രമിച്ചു. സന്തോഷം സഹിക്കാൻ വയ്യാൻ സെക്യൂരിറ്റി കയറി കാലെ പിടിച്ചു. സെക്യൂരിറ്റി നേപ്പാളി കൂർക്കയായിരുന്നു. അപ്പൊ അവൻ കാലെ പിടിച്ച് വലിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 50 രൂപ കാണിച്ചു. അപ്പൊ അവൻ വിചാരിച്ചു അയാൾക്ക് ടിപ്പ് കൊടുക്കാനായിരിക്കും വിചാരിച്ചു. അപ്പൊ ആ 50 കാണിച്ചപ്പോ വിട്ടു, കാലിൽ നിന്ന് വിട്ടു. നമ്മൾ ചാടി ഓടി. അല്ല, എനിക്ക് മനസ്സിലാത്ത കാര്യം, നമുക്ക് സന്തോഷം ഒരു ഗേറ്റ് ചാടി അപ്പുറം ചാടുക എന്ന് പറഞ്ഞാൽ, അതും തരംഗിണിയിൽ ഗേറ്റ് പൂട്ടിയിട്ടൊക്കെ. ഓ, അതുകൊണ്ടാണ് ചാടിയത്. ഇത് ഡബിങ് തീർന്നപ്പോ രാത്രി 11:30 അപ്പോഴത്തേക്ക് പൂട്ടി. അപ്പൊ പൂട്ടിയിട്ടൊക്കെ. അപ്പൊ ആണ് ചാടിയത്. ചാടി വലിച്ചു താറയിട്ടു.